എന്താടാ ഞാൻ പറഞ്ഞ കളിപ്പാട്ടം മേടിച്ചാ കളിപ്പാട്ടാ? എത്ര വയസ്സാണ് നമുക്ക്? ഏ ചോദിച്ചു കേട്ടില്ലേ? എത്ര വയസ്സായി? 11 വയസ്സായ ആൾക്കാണ് കളിപ്പാട്ടം. എന്ത് കളിപ്പാട്ടാണ് പറഞ്ഞിട്ട്? പൈസക്ക് ചെലവുണ്ടാക്കുന്ന പരിപാടി പറയണ്ടെന്നുള്ളത് കേട്ടാ. അവനെ പ്രായത്തിനനുസരിച്ചുള്ള കളികളൊക്കെ മതി. വേണ നീ അപ്പോ കളിപ്പാട്ടക്കാരൻ. ഞാൻ നാളെ കളിപ്പാട്ടം മേടിക്കാൻ പറഞ്ഞില്ലേ, അതിന് ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്തിനാ കുട്ടിയോട് ചീത്ത പറഞ്ഞു? കുട്ടീനെ എന്തിനാ വെറുതെ ചീത്ത പറഞ്ഞു? കുട്ടീനെ ചീത്ത പറയണ് ഈ അന്നെയാണ് തല്ലേണ്ടത്. ഇത്ര പോകുന്നില്ല, എത്ര 11-12 വയസ്സായി, ഇനി എന്ത് കളിപ്പാട്ടാണ് ഈ പ്രായത്തില്? എന്റെ പൊന്നാരൊക്കെ നിങ്ങളെന്നല്ല കഴിഞ്ഞ ആഴ്ച കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ പൈസ ഉണ്ടായിരുന്നു, ഇപ്പൊ പൈസ ഇല്ല. അപ്പൊ അനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? കുട്ടികള് കഷ്ടപ്പാട് കണ്ടിട്ട് വളരണം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചൂടാവണത്? പിന്നെ ചൂടാവാതെ നിങ്ങൾ ആദ്യം സമാധാനത്തോടെ ഒന്ന് നിൽക്ക്. ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ ബിസിനസ്സും നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം ഇവിടെ തീർക്കല്ലേ. അതിനത് എന്തെങ്കിലും അറിയോ? വീട്ടിൽ പരി കയറി വരുമ്പോ മക്കള് ഓരോന്നൊക്കെ ചോദിക്കല്. അതൊക്കെ ചോദിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ചോദിക്കണം. അത് മക്കളെ പഠിപ്പിക്കണം. ഈ പെട്ടെന്ന് തന്നെ കയറി ചെന്നിട്ട് ഓരോന്ന് പ്രാന്ത് എടുത്തിട്ട് വരുന്ന സമയത്ത് 10 വയസ്സായ കുട്ടിക്ക് അതൊക്കെ എന്തറിയാനാ? അത് പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ എപ്പോഴും തന്നെ പണി. എന്തിനാ ഇങ്ങനെ ചൂടാവണത്? നിങ്ങളൊന്ന് കൂളാവ്. നിങ്ങളുടെ ഓഫീസിലെ പ്രശ്നങ്ങളല്ലാതെ ആ കാണുന്ന ഗേറ്റിന്റെ അവിടെ വെക്ക്. ഇത് ഇവിടെ എന്റെ കുട്ടിയുടെ പട്ട് നിക്ക്. ഒന്ന് സമാധാനപ്പെടുന്നേ. ഇറങ്ങിയ പ്രഷറൊക്കെ പറയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കും മനസ്സമാധാനം ഉണ്ടാവില്ല. എന്റെ കുട്ടിക്ക് മാമാരില്ല, എളാപ്പാരില്ല, എനിക്ക് വാപ്പില്ല, നിങ്ങൾക്കും വാപ്പില്ല. ആകെ എന്റെ കുട്ടിക്ക് ഒരു ഉറുപ്പയുടെ മുട്ടായി ചോദിക്കാൻ പോലും ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പെങ്ങളുടെ കുട്ടിയാണ്, ഇതിന്റെ അനിയന്റെ കുട്ടിയാണ്, ഏട്ടന്റെ കുട്ടിയാണ് പറഞ്ഞു കൊടുക്കാനാണെന്ന് അതിന് ആരുമില്ല. പിന്നെ അങ്ങനെ ചോദിക്കുന്ന ഒരു കുട്ടിയാണാ? നിങ്ങളെ പ്രഷർ നടക്ക്. ശരി, മോനെ നൂഹുവാ, അന്നപ്പ വിളിക്കണേ. പ്രഷർ കൊണ്ട് കുറക്ക്. എടാ ഉപ്പച്ചിയെ ആകെ ദേഷ്യം പിടിച്ച് പ്രാന്തായിട്ട് വരുന്ന കാരണാണ് പിന്നെ ചീത്ത പറഞ്ഞത്. ഇപ്പൊ എന്താ വാങ്ങണ്ടത് കളിക്കാൻ? ശരി വാങ്ങിക്കട്ടാ. സമാധാനായില്ലേ?